നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് മോണോട്ടോണിക് ഫംഗ്ഷൻസ് ആൻഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് എന്നുള്ളത്. അപ്പൊ എന്തായാലും മോണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മോണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓൺ ആൻ ഇന്റർവെൽ. ഒരു ഇന്റർവെല്ലിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇന്റർവെല്ലിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇന്റഗ്രലിലുള്ള ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ എന്താ പറയാ? മോണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മോണോട്ടോണിക് ഫംഗ്ഷൻസിന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾ കിട്ടും. അപ്പോൾ ഇതിന്റെ നോട്ട് എഴുതുമ്പോൾ ഈ മോണോട്ടോണിക് ഫംഗ്ഷന്റെ അടിയിൽ 2 എക്സാമ്പിൾ എഴുതണം. ഒന്ന്, ഒരു മോണോട്ടോണിക് ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്യുക. ആ ഇന്റർവെല്ലിൽ മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു മോണോട്ടോണിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അതുപോലെ ഡിക്രീസിംഗ് ആയിട്ടുള്ള ഒരു മോണോട്ടോണിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. മോണോട്ടോണിക് അല്ലാത്തൊരു ഫംഗ്ഷനും എക്സാമ്പിൾ. ഈ 3 എക്സാമ്പിൾ ഇതിന്റെ താഴെ നിങ്ങൾ എഴുതി വെക്കണം ഹോംവർക്ക് ആയിട്ട്. അതുപോലെ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് എന്ന് പറയാം? അല്ലെ, അത് നമുക്കറിയാലേ. ഇവിടെ ഒരു ഫംഗ്ഷൻ ഇത് ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ മാത്രം ഉണ്ടെങ്കിൽ ഇത് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? ഇത് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആണോ എന്ന് പറയാം? ഇപ്പൊ 2 പോയിന്റ് കൺസിഡർ ചെയ്യാം. x1 ഇവിടെയുള്ള ഒരു എ എന്ന് പറയുന്ന ഒരു പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും. എ സ്ട്രിക്ട്ലി ലെസ് ദാൻ ബി ആയിട്ടുള്ള. അപ്പൊ എ ലെസ് ദാൻ ബി ആണെങ്കിൽ എന്താവണം? കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂസും എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി ആവുന്ന രീതിയിൽ എല്ലാ പോയിന്റിനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടുത്തെ ഏതെങ്കിലും ആർബിട്രറി 2 പോയിന്റുകൾ എടുക്കുക, എ ലെസ് ദാൻ ബി. അങ്ങനെയാണെങ്കിൽ എന്താവണം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ഫംഗ്ഷൻ വാല്യൂസും ചെറുതാവണം. എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി എന്നുള്ള രീതിയിലാണെങ്കിൽ അതിന് നമ്മൾ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. അതുപോലെ തന്നെ തിരിച്ച് ഇപ്പൊ എ ബി എന്ന് പറയുന്ന 2 പോയിന്റുകൾ ഉണ്ടെങ്കിൽ എ ലെസ് ദാൻ ബി ആണ്. എപ്പോഴത് ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും? എഫ് ഓഫ് എ എന്താവണം? ലെസ് ദാൻ എഫ് ഓഫ് ബി ആവും. അങ്ങനെയാണെങ്കിൽ അത് ഈ ഒരു ഇന്റർവെല്ലിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയും? ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ മാത്തമാറ്റിക്കലി പറയുമ്പോൾ എന്താണ്? ഒരു സപ്പോസ് ദാറ്റ് എഫ് ഈസ് എ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ എ ബി. ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ ഉണ്ട്. അതിലെന്താണ്? എഫ് കണ്ടിന്യൂസ് ആണ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ എ ബി. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസും ആണ്, ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ എന്താണ്? ഡിഫറൻഷ്യബിളും ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇൻക്രീസിംഗ് എപ്പോഴാ പറയാ? ഇഫ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അറ്റ് ഈച്ച് പോയിന്റ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ എ ബി then f is increasing on ab എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെന്താണ്? ഇപ്പൊ എ ബി എന്ന് പറയുന്നത് ഇവിടെ കൺസിഡർ ചെയ്ത് ഈ ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്യാം. ഈ ഓപ്പൺ ഇന്റർവെല്ലിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്? എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 അറ്റ് ഈച്ച് പോയിന്റ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ എ ബിയിൽ അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? എഫ് ഡിക്രീസിംഗ് ആണെന്ന് പറയും ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അപ്പൊ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടാൽ മതി? അതിന്റെ ഡെറിവേറ്റീവ് കാണുക. ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിംഗ് ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിംഗ് ആണ്, ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ഈ ഒരു ടെസ്റ്റ് എന്താണ്? ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ടെസ്റ്റിനെയാണ് എന്ത് പറയാ? ഫസ്റ്റ് ടെസ്റ്റ് ഫോർ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. എക്സ് ക്യൂബ് മൈനസ് 12x മൈനസ് 5. എക്സ് ക്യൂബ് മൈനസ് 12x - 5. അപ്പൊ ഇത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഇന്റർവെൽ എന്താണ്? -∞ to ∞ ആണ്. കാരണം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ക്യൂബ് മൈനസ് 12x മൈനസ് 5 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് ആണ് 3x² മൈനസ് 12. ഇതാണല്ലോ ഇതിന്റെ ഈ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വരിക. ഇതിന് നമുക്ക് എന്ത് എഴുതാം? രണ്ടിലും ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും 3 കോമൺ ആണ്. അത് നമുക്ക് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 3 × x² മൈനസ് 4 എന്ന് എഴുതാം. ഇത് a² മൈനസ് b² എന്നുള്ള ഫോമിലാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഒരു ഫംഗ്ഷനെ 3 × x + 2 × x - 2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾ നോക്കുക, അത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. കാരണം ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ഒരൊറ്റ പോയിന്റ് പോലും ഈ ഒരു ഫംഗ്ഷനിലില്ല. അതുപോലെ തന്നെ എന്താണ്? ഡിഫറൻഷ്യബിൾ എവരിവെയർ ആണ്. ഈ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എല്ലാ സ്ഥലത്തും റിയൽ ലൈനിൽ എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ക്രിറ്റിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാണ്? എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സിനാണ് നമ്മൾ എന്താ പറയാ? ക്രിറ്റിക്കൽ പോയിന്റ്സ് എന്ന് പറയാം. അപ്പൊ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ഇത് 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? x = 2 and x =
-2. ഈ രണ്ട് പോയിന്റിലാണ് എന്ത് ചെയ്യുക, ഇതിന്റെ എഫ് ഡാഷ് എക്സ് ഡെറിവേറ്റീവ് 0 ആവുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതാണ്? -2 and 2 ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ ഏകദേശം നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് y = x³ - 12x - 5 എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് വരുന്നത് സ്ലോപ്പ് 0 ആവുന്നതാണല്ലോ. അതായത് ഒന്ന് ഈ പോയിന്റും വരും, ഈ പോയിന്റ് ഇവിടെയാണ് അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് വരിക. അപ്പൊ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മൊത്തം ഡൊമൈൻ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് -∞ മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള -2 വരെ, ഓപ്പൺ -2 വരെ, ഇവിടെ മുതൽ -∞ മുതൽ ഈ ഒരു -2 വരെയുള്ള ഒരു റീജിയൻ, അതുപോലെ -2 മുതൽ +2 വരെയുള്ള ഈ ഒരു സ്ലോപ്പ് വരുന്ന ഈ ഒരു റീജിയൻ, അതുപോലെ 2 മുതൽ ∞ വരെയുള്ള ഇവിടുന്ന് ഇതിന്റെ ശേഷമുള്ള കംപ്ലീറ്റ് റീജിയൻ. ഇങ്ങനെ 3 റീജിയൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും. ഇനി ഓരോ റീജിയനും കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് റീജിയൻ കൺസിഡർ ചെയ്യാം, -∞ x 2 അല്ലെ. ഇവിടുത്തെ പ്രത്യേകത എന്താ? അപ്പൊ ഇതിന്റെ പ്രത്യേകത വരുന്നത് സ്ലോപ്പ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് നമ്മളുടെ എഫ് ഡാഷ് എക്സ് 3x² - 12 എന്നുള്ള ഫംഗ്ഷൻ ഈ ഒരു ഇന്റർവെല്ലിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും -3 ആവട്ടെ, -4 ആവട്ടെ, -5 ആവട്ടെ, ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ഈ ഒരു ഫംഗ്ഷൻ വാല്യൂ, അതായത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വാല്യൂ എന്താവും? നെഗറ്റീവ് ആവും. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് അല്ല, പോസിറ്റീവ്, കാരണം 3x² - 12 ആണ്. അപ്പൊ ഇവിടുത്തെ നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യുന്നത്? പോയിന്റ് ഏതാ? -2 എന്നുള്ളതാണ്. ഈ ഒരു -2ന്റെ ചെറുത്, -∞ മുതൽ -2 വരെ ഉള്ളത്. അപ്പൊ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതെന്തായി? 3 × -2 ഹോൾ സ്ക്വയർ -12. -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആയി. 3 × 4 4. 12 - 12 0 വരും. അപ്പോ 3 കൊടുത്തു കഴിഞ്ഞാലോ, -3 കൊടുത്തു കഴിഞ്ഞാൽ -3² ആണ് വരിക. 3 × 9 എന്ന് വരും, -12 എന്ന് വരും, പോസിറ്റീവ് വരും. അപ്പോ ഈ ഒരു ഏരിയയിൽ, അതായത് -∞ മുതൽ ഈ ഒരു -2 വരെയുള്ള ഒരു ഏരിയയിൽ, ഒരു ഡൊമൈനിലെ ഏത് സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താ കിട്ടുക? ആ ഒരു സ്ലോപ്പ് അറ്റ് പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് സൈൻ ആണ് കിട്ടുക. പോസിറ്റീവ് ആണ് അതിന്റെ സൈൻ വരിക. അപ്പൊ എന്താണ്? ഈ ഒരു ഏരിയയിൽ അത് ഇൻക്രീസിങ് ആണെന്ന് പറയാം. അതുപോലെ -2 മുതൽ 2 വരെയുള്ള, ഇവിടെ മുതൽ ഇതുവരെയുള്ള എഫ് ഡാഷ് എക്സിന്റെ ഏതെങ്കിലും ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുക. സ്ലോപ്പ് എപ്പോഴും എന്തായിരിക്കും? അതിന്റെ ഫംഗ്ഷൻ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, കാരണം നെഗറ്റീവ് സ്ലോപ്പ് ആണ് വരുന്നത്. അതുപോലെ ഇവിടെ മുതൽ ഇതുവരെ എന്താണ്? ഇൻഫിനിറ്റി വരെയുള്ളത് ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് എന്ത് കിട്ടും? പോസിറ്റീവും കിട്ടും. അപ്പൊ ഈ ഒരു ഏരിയയിൽ ഇൻക്രീസിങ് ആണ് ഫംഗ്ഷൻ, ഈ ഒരു ഏരിയയിൽ ഡിക്രീസിങ് ആണ്, ഈ ഒരു ഏരിയയിലും ഇൻക്രീസിങ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എന്നുള്ളതിൽ പറയാനുള്ളത്.